നമസ്കാരം പ്രേക്ഷകരെ, ഈ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കേരളത്തിൽ നന്മ പറ്റിയിട്ടില്ല എന്നതിന് ഉത്തമ ഉദാഹരണമാണ് ഈ വീഡിയോ. കണ്ണൂർ പഴയങ്ങാടിയിൽ 8 വയസ്സുകാരിയായ ആ പെൺകുട്ടി സൈക്കിളും കൊണ്ട് റോഡിലൂടെ നടന്നു പോകുമ്പോൾ അത് ആ കുട്ടികളോട്, പ്രത്യേകിച്ച് ആ യുവാക്കളോട് ആ കുട്ടിക്ക് ചോദിക്കാൻ കാണിച്ച മനസ്സ്, അതാണ് സമൂഹ മാധ്യമങ്ങൾ ഒട്ടാകെ തന്നെ ആ കുട്ടിയെ ഏറ്റവും കൂടുതൽ വാഴ്ത്തുന്നത്. കാരണം ഇന്നത്തെ കാലത്ത് സ്ട്രേഞ്ചേഴ്സിനോട് മിണ്ടരുത്, സ്ട്രേഞ്ചേഴ്സിനോട് സഹായം ചോദിക്കരുത്, പരിചയമില്ലാത്ത ആളുകളോട് പോയി സംസാരിക്കുകയും ചെയ്യരുത് എന്ന് പഠിപ്പിക്കുന്ന ഇന്നത്തെ പാരന്റ്ഹുഡിനോട് ഇന്ന് ആ സ്ട്രേഞ്ചേഴ്സ്, ആ പരിചയക്കാരില്ലായിരുന്നെങ്കിൽ ആ കുട്ടിക്ക് മറ്റൊരു തലത്തിലായിരിക്കും ചിലപ്പോൾ ഉണ്ടാകേണ്ടി വരിക. ആ കുട്ടിയുടെ ജീവൻ രക്ഷിച്ച ആ ചെറുപ്പക്കാർക്കും വലിയ കയ്യടി തന്നെയാണ് സമൂഹ മാധ്യമങ്ങൾ നൽകുന്നത്. കണ്ണൂർ പഴയങ്ങാടിയിലാണ് ഈ സംഭവം നടക്കുന്നത്. എന്താണ് സംഭവിച്ചത്? ആ കുട്ടി സൈക്കിളുമായി റോഡിലൂടെ നടക്കുന്നു. താൻ വായിലിട്ട ആ ചൂയിങ് ഗമ്മ് തൻ്റെ തൊണ്ടയിൽ കുരുങ്ങിയതായി ആ കുട്ടിക്ക് മനസ്സിലാകുന്നു. ശ്വാസം പോലും എടുക്കാൻ കഴിയാതെ താൻ ജീവന് വേണ്ടി പിടയുകയാണെന്ന് മനസ്സിലായ ആ കുട്ടി തന്നെ കൊണ്ട് ഒറ്റയ്ക്ക് ഇത് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് ആ കുട്ടിക്ക് മനസ്സിലാകുന്നു. കുട്ടി എന്ത് ചെയ്യുന്നു? കുട്ടി റോഡിലാണ്. കുട്ടിക്ക് പരിചയമുള്ള ആരും ആ വഴിയില്ല. തൊട്ട് ഓപ്പോസിറ്റ് നിൽക്കുന്നു 4 ചെറുപ്പക്കാർ. അവരോട് ആ കുട്ടി യാതൊരു രീതിയിലും ചിന്തിക്കാതെ താൻ സഹായം ചോദിക്കുകയാണ്. ആ സൈക്കിള് തിരിച്ചു വരുന്ന കുട്ടി നേരെ വന്ന് ആ യുവാക്കളുടെ മുന്നിൽ പോയി നിന്നിട്ട് പറയുന്നു, എൻ്റെ തൊണ്ടയിൽ ഒരു ബബിൾ ഗം ഉണ്ട്, എനിക്കത് പുറത്തെടുക്കാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ ഒന്നും നോക്കാതെ ആ യുവാക്കൾ ആ കുട്ടിയെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നതാണ്. സത്യം പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ വന്ന ഏറ്റവും കൂടുതൽ നമ്മുടെ മനസ്സിനെ സന്തോഷപ്പെടുത്തുന്ന ഒരു വീഡിയോ കൂടിയായിരുന്നു അത്. ആ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അബ്ഡമനിൽ ആ കുട്ടിയെ പിടിച്ച് ആ ബബിൾഗം തുപ്പിക്കാൻ ശ്രമിക്കുന്ന ആ ചെറുപ്പക്കാരൻ, അതോടൊപ്പം തന്നെ സഹായിക്കാൻ ശ്രമിക്കുന്ന മറ്റുള്ളവർ, എല്ലാ രീതിയിലും ആ കുട്ടിയുടെ ജീവൻ തന്നെ തിരികെ കിട്ടിയ ഒരു മനോഹര കാഴ്ച തന്നെയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത്. ഇന്ന് നമ്മൾ ആ സമൂഹ മാധ്യമങ്ങൾ എടുത്തു നോക്കുമ്പോൾ ആ വീഡിയോ വളരെയധികം വൈറലായി മാറുന്നു. ആ യുവാക്കൾക്ക് അഭിനന്ദന പ്രവാഹമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന്. കാരണം ഇന്നും ഒരു കുട്ടി അല്ലെങ്കിൽ ആരെങ്കിലും വന്നൊരു സഹായം ചോദിക്കാൻ നിൽക്കുമ്പോൾ അവരെ രക്ഷിക്കാൻ കാണിക്കുന്ന ഇന്നത്തെ ചെറുപ്പക്കാരുടെ മനസ്സ് അതാരും കാണാതെ പോകരുത് എന്നുള്ളതാണ്. തൊട്ടു മുന്നിൽ ഒരു കച്ചവടക്കാരുണ്ട്, അത് വാങ്ങാൻ നിൽക്കുന്ന ഒരു കസ്റ്റമറും ഉണ്ട്. അവർ വളരെ ലേറ്റ് ആയിട്ടാണ് തിരിഞ്ഞു നോക്കുന്നത്. അവരിത് ബാധിക്കുന്ന തരത്തിൽ പോലുമല്ല അവർ തിരിഞ്ഞു നോക്കുന്നത്. അപ്പോൾ ഈ വിഷ്വലിൽ തന്നെ 2 തരത്തിലുള്ള ആളുകളെയും കാണാൻ സാധിക്കുമെന്ന് സമൂഹ മാധ്യമങ്ങൾ പറയുന്നു. ഒന്ന്, ഒരു കുട്ടി തൻ്റെ ജീവന് വേണ്ടി പിടയുമ്പോൾ അത് കൂടെ നിന്ന് സഹായിക്കുന്ന ഒരു പറ്റം സുഹൃത്തുക്കളുടെ വശത്തുണ്ടെങ്കിൽ മുൻപ് അയാളുടെ കച്ചവടത്തിൽ മുഴുകി നിൽക്കുന്ന ആ ഒരു കച്ചവടക്കാരൻ്റെ കാര്യം കൂടി എടുത്ത് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ 2 വിഭാഗത്തിൽ സമൂഹ മാധ്യമങ്ങൾ തന്നെ തിരിഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥയും കൂടിയാണ് നിലവിലത്തെ സാഹചര്യത്തിൽ ഉണ്ടാകുന്നത്. എന്തൊക്കെ തന്നെ ആയാലും ഇന്ന് ആ ചെറുപ്പക്കാർക്ക് സമൂഹ മാധ്യമങ്ങളിൽ വളരെയധികം കയ്യടികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലം തന്നെയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് മലയാളികൾക്കുള്ളിൽ, കേരള ജനതയ്ക്കുള്ളിൽ നന്മ പറ്റിയിട്ടില്ല എന്ന് പറയുന്നത്. നമ്മൾ ഓരോ ദിവസവും കൊലപാതക വാർത്തകൾ കാണുന്നു. അച്ഛൻ മകനെ അടിച്ചു കൊല്ലുന്നു, മകൻ അച്ഛനെ അടിച്ചു കൊല്ലുന്നു, അങ്ങനെ നിരവധി പീഡന വാർത്തകൾ, നമ്മൾ മോഷണ കേസുകൾ, നിരവധി കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിലൊട്ടാകെ നെഗറ്റീവായി ക്രൈം റേറ്റ്സ് കൂടിക്കൊണ്ടിരിക്കുന്ന കേരളത്തിൽ നന്മ വറ്റിയിട്ടില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണവും കൂടിയാണ് ഇത്. ഓരോ ദിവസം കഴിയുന്തോറും ഏതൊക്കെ തരത്തിലാണ് പുതിയ കൊലപാതകങ്ങൾ നടക്കുന്നത് എന്ന് പോലും ഞെട്ടുന്ന തരത്തിൽ, പലരും പത്രം പോലും വായിക്കാൻ മടിക്കുന്ന തരത്തിൽ, വാർത്താ ചാനലുകൾ കുട്ടികളെയും കൊണ്ട് ഇരുത്താൻ പോലും മാതാപിതാക്കൾക്ക് പേടിയാണെന്ന് എത്രയോ സർവേകളിൽ മാതാപിതാക്കൾ തന്നെ പുറത്തു വന്ന് പറയുന്നു. കാരണം ഞങ്ങൾക്ക് രാത്രി വാർത്ത ഇരുന്ന് കാണാൻ പേടിയാണ്, മക്കളോടൊപ്പം ഇരുന്ന് വാർത്ത കാണാൻ പേടിയാണ്. കാരണം വാർത്തകളിൽ നടക്കുന്ന അതിഭീകരമായ കാര്യങ്ങളാണ്, അതൊന്നും തന്നെ കുട്ടികളോടൊപ്പം ഇരുന്ന് കാണാൻ കഴിയുന്ന കാര്യങ്ങളല്ല എന്ന് പല മാതാപിതാക്കൾ ഉൾപ്പെടെയുള്ളവർ പറയുമ്പോഴാണ് ഇങ്ങനെ ഒരു വാർത്ത, ഇത് സമൂഹം അറിയണം, ഇത് സമൂഹം ചർച്ച ചെയ്യണം. കാരണം വേറൊന്നും കൊണ്ടല്ല, ഇങ്ങനൊരു കാര്യം നടക്കുമ്പോൾ, പ്രത്യേകിച്ച് ബബിൾഗം തൊണ്ടയിൽ കുടുങ്ങുകയാലോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളിലുള്ള ഒരു അവയർനെസ്, ഒരു അവബോധം ഉൾപ്പെടെ, നാളെ ഇത് എനിക്കോ നിങ്ങൾക്കോ ആർക്കോ സംഭവിക്കാം, അങ്ങനെ മറ്റൊരാളുടെ സഹായം ചോദിക്കാൻ മടിക്കരുത് എന്നുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട്. ഒരാളോട്, നമ്മളിപ്പോൾ പരിചയക്കാരല്ലെങ്കിൽ പോലും, അയാളെ എനിക്ക് പരിചയമില്ല, അയാളോട് സഹായം ചോദിച്ചാൽ എങ്ങനെ ഇരിക്കുമെന്ന് ആ കുട്ടി ചിന്തിച്ചിരുന്നെങ്കിൽ കുട്ടി ഇന്ന് ജീവനോടെ ഉണ്ടാകില്ല. അങ്ങനെ ശ്വാസം പോലും കിട്ടാതെ വന്നപ്പോൾ ആരോടെങ്കിലും സഹായം ചോദിക്കാമെന്ന് ആ പെൺകുട്ടിയുടെ തോന്നൽ കൊണ്ട് മാത്രമാണ് ഇന്ന് കേരള സമൂഹം ആ വീഡിയോ ചർച്ച ചെയ്യുന്നതും ആ കുട്ടി ഇന്ന് ജീവനോടെ ഉണ്ടാകുന്നതും. അതുകൊണ്ട് നാളെ ഇത് ആർക്ക് വേണമെങ്കിലും സംഭവിക്കാവുന്ന ഈ കാര്യം ആരോടാണെങ്കിൽ പോലും സഹായം ചോദിക്കാൻ മടിക്കരുത്. അത് സഹായത്തിന് സന്നിധരാകുന്ന യുവാക്കൾ ഉൾപ്പെടെയുള്ളവർ കേരളത്തിലുണ്ട്. കേരളത്തിൽ നന്മ വറ്റിയിട്ടില്ല.